LDF കൺവീനർ EP ജയരാജനും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമായ തെളിവ് തന്റെ പക്കലുണ്ട്. ഇക്കാര്യത്തിൽ CPIM നേതൃത്വം മറുപടി പറയണം. തനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന EP ജയരാജന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. കേസ് കൊടുക്കുമ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വൈദേകം റിസോർട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഷെയറുണ്ട്, കുടുംബത്തിന് ഷെയറുണ്ട്. ആ ഷെയറുള്ള ആ സ്ഥാപനവും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ നിരാമയ റിസോർട്ടും തമ്മിൽ ബന്ധമുണ്ടാക്കി. അതിലാണ് നിരാമയ വൈദേക റിസോർട്ട് എന്നായി അത് മാറിയത്. അവർ തമ്മിലുള്ള ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങളുണ്ടോ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. എന്റെ കയ്യിലുണ്ട് ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ. അവർ തന്നെ പബ്ലിഷ് ചെയ്താണ്. ആ പടമല്ല ഫേക്ക് ചെയ്തെന്ന് ഇപ്പൊ പറയുന്നത്. അത് വേറൊരു പടം ഫേക്ക് ചെയ്ത. ഫേക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, വ്യാജ പടം ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ലേ? കേന്ദ്ര കമ്മിറ്റി അറിഞ്ഞില്ലേ ഇത്തരം വ്യവസായങ്ങൾ നടത്തുന്നത്, ഇത്തരം ബിസിനസ് നടത്തുന്നത്? EP ജയരാജനുമായി തനിക്ക് ബന്ധമുണ്ടെന്ന ആരോപണം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് തട്ടാനുള്ള ശ്രമമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. EP ജയരാജന്റെ ഭാര്യയും തന്റെ ഭാര്യയും തമ്മിൽ ബിസിനസ് ഡീൽ ഉണ്ടെങ്കിൽ അത് BJP CPIM രഹസ്യധാരണയാണോ എന്നും ചോദ്യം. മടിയന്മാരായ രാഷ്ട്രീയക്കാരുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ പോകാൻ താനില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. EP ജയരാജൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വൈഫിന്റെ ആരോ ഒരു ബിസിനസ് ഡീലുണ്ടെങ്കിൽ അത് കോൺഗ്രസും അല്ല BJPയും CPMന്റെ എഗ്രിമെന്റ് ആണോ? ഇതെല്ലാം ഒരു ഫിക്ഷൻ. എന്തിന്? ഒരു കമ്മ്യൂണിറ്റീനെ പേടിപ്പിക്കാൻ, അത്രേ ഉള്ളൂ. ഈ സ്ട്രാറ്റജി ഇവിടെ നടക്കില്ല. അത് തെലങ്കാനയിൽ ഇറ്റ് മേ ഹാവ് വർക്ക്ഡ്. ഇവിടെ നടക്കില്ല, ഞാൻ നടക്കാൻ സമ്മതിക്കില്ല. ഇവരുടെ ഓരോരോ നുണ ഐ വിൽ എക്സ്പോസ് ഇറ്റ്. അതിൽ ടൈം സ്പെൻഡ് ചെയ്ത് എക്സ്പോസ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യും. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ഈ വിവാദം ഇങ്ങനെ കത്തുകയാണല്ലോ. പക്ഷേ ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, അതായത് ഈ EP ജയരാജൻ രാജീവ് ചന്ദ്രശേഖരൻ ബിസിനസ് ബന്ധത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടാം തവണയാണ് EP ജയരാജൻ ഈ ആരോപണത്തിൽ വിശദീകരണവുമായി രംഗത്ത്. ഇന്നും അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിക്കുന്നു. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വ്യാജ ചിത്രങ്ങളടക്കം പ്രചരിപ്പിച്ച് പരത്തുന്നതിനിടെ VD സതീശൻ്റെ EP ജയരാജൻ്റെ ഭാര്യ തന്നെ ഒരു പരാതി ഇന്ന് പോലീസിൽ നൽകുകയും ചെയ്തു. ആ രീതിയിലുള്ള ഒരു നിലപാടും ഒരു വിശദീകരണവുമാണ് EP ജയരാജൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, EP ജയരാജൻ നിലവാരമില്ലാത്ത രാഷ്ട്രീയക്കാരനായ പ്രതിപക്ഷ നേതാവിന് ഇനി മറുപടി പറയാനില്ല എന്നുള്ളൊരു നിലപാട് കൂടി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശനാകട്ടെ അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം കേസ് കൊടുക്കും എന്നുള്ള EP ജയരാജൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കുകയും കൂടാതെ ഒരു പടി കൂടി കടന്നുകൊണ്ട് അങ്ങനെ കേസ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടും. താൻ പുറത്തുവിട്ട ചിത്രം അത് ഏതെങ്കിലും തരത്തിൽ വ്യാജമല്ല എന്നുള്ള നിലപാടിലും VD സതീശനും ഉറച്ചു നിൽക്കുന്നുണ്ട്. കൂടാതെ ഇന്ന് രാജീവ് ചന്ദ്രശേഖരനും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യം, അതായത് ഈ ബിസിനസ് ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ രണ്ടുപേരും, രാജീവ് ചന്ദ്രശേഖരൻ അത് അങ്ങനെ ഒരു ബിസിനസ് ബന്ധം ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പം, അല്ലെങ്കിൽ തൻ്റെ ഭാര്യയ്ക്ക് ഇതിലുള്ള ഇതിൽ എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ എന്താണ് കുഴപ്പം എന്നുള്ള ഒരു കാര്യം ചോദിച്ചു. മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് അദ്ദേഹം ഇന്ന് എടുത്തൊരു നിലപാട്, ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ഉള്ള നീക്കങ്ങൾക്ക് മറുപടി പറയുകയോ അത് ചർച്ചയാക്കുകയോ ചെയ്യുന്ന ഒരു രീതി തനിക്കില്ല എന്നുകൂടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചൂടിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കളത്തിലേക്ക് കടക്കുമ്പോൾ ഈ വിവാദം കൂടി, അതായത് EP ജയരാജൻ രാജീവ് ചന്ദ്രശേഖരൻ ബിസിനസ് ബന്ധം അത് കാര്യമായി ചർച്ചയാകുന്നുണ്ട്. ഉന്മേഷ്, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.